ജമാഅത്തെ ഇസ്ലാമിക്ക് UDFിൽ ഔപചാരികമായി പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഈ പ്രവേശനം ഉണ്ടായിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ തുറന്ന പിന്തുണ ആര്യാടൻ ഷൗക്കത്തിന് ദോഷകരമായിട്ടാണ് ഭവിക്കുക. അക്കാര്യം കോൺഗ്രസ്സിന് നന്നായി അറിയാം. പക്ഷേ ഈ മുന്നണി പാണ്ഡവം ഇനിയുള്ള കാലത്ത് കോൺഗ്രസ്സിന് ആവശ്യമുണ്ട്. ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. UDF മുന്നണിയിലെ പ്രധാന കക്ഷി കോൺഗ്രസ് ആണെന്നാണ് എല്ലാവരുടെയും ധാരണ. അത് തെറ്റാണ്. സത്യത്തിൽ UDFിലെ പ്രധാന മുന്നണി മുസ്ലിം ലീഗാണ്. ഇന്ന് കോൺഗ്രസിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് മുസ്ലിം ലീഗ്. 2026 പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിന് ലഭിക്കണമെങ്കിൽ ലീഗ് കനിയേണ്ടി വരും. ലീഗിനെ മെരുക്കാനും ഭീഷണിപ്പെടുത്താനും അനുനയിപ്പിക്കാനും സ്വന്തം കയ്യിലെ ഒരായുധമായിട്ടാണ് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിക്കുക. മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ തേടിക്കൊണ്ടാണ് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പ്രവർത്തിക്കുന്നത്. പക്ഷേ ആശയപരമായി വലിയ അന്തരമാണ് ഇവർക്ക് തമ്മിലുള്ളത്. ഹിന്ദു മതരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന RSSൻ്റെ മറുവശമാണ് ജമാഅത്തെ ഇസ്ലാമി. ഏറെ കാലമായി രംഗത്തുണ്ടെങ്കിലും ജനാധിപത്യ ബോധവും സമാധാന കാംക്ഷിയും പുലർത്തുന്ന കേരളത്തിലെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ അവർക്കൊരു സ്വാധീനവും ഉണ്ടാക്കാനായില്ല. എന്നാൽ ലീഗിന് നല്ല ജനപിന്തുണയുണ്ട്. വർഗീയതയും തീവ്രവാദവും മുന്നോട്ട് വെച്ച് യുവാക്കൾ ലീഗിൽ നിന്ന് അടർത്തി മാറ്റാനാണ് ഇവർ ശ്രമിക്കുക. സത്യത്തിൽ ഈ ഭീഷണിക്ക് മുന്നിൽ കുറച്ചു കാലമായി ലീഗ് പരിഭ്രമത്തിലാണ്. ജനപിന്തുണ ഇല്ലെങ്കിലും അടവ് നയതന്ത്രങ്ങളിൽ വലിയ സാമർഥ്യമാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. RSS ഉൾപ്പെടെ മതരാഷ്ട്രീയം പുലർത്തുന്ന മറ്റു സംഘങ്ങളെപ്പോലെ വേഷപ്രചന്നരാകാനും കള്ളം പറയാനും അവർക്ക് വലിയ വൈദഗ്ധ്യമുണ്ട്. RSS ഗോഡ്സെയെ മറച്ചു പിടിക്കുന്നത് പോലെ ആവശ്യമായ ഘട്ടത്തിൽ അവർ മൗദൂദിയെയും മറച്ചു പിടിക്കാറുണ്ട്. എന്തായാലും തുടർനാളുകളിൽ മുസ്ലിം ലീഗിന് വലിയ ഭീഷണിയായിരിക്കും UDFിലെ അവരുടെ സാന്നിധ്യം.